ഇനിയിപ്പോൾ നമ്മൾ ബിസിനസ് പാർട്ട്ണർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബിസിനസ് പാർട്ട്ണറെ നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സോ ഫോർ ദാറ്റ് ഐ വിൽ ബി യൂസിങ് ദ സെയിം ടി കോഡ് ഫോർ വിച്ച് ഐ ഹാവ് ക്രിയേറ്റഡ് ദ ബിസിനസ് പാർട്ട്ണർ വിച്ച് ഈസ് BP. സോ BP എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കോഡിനകത്ത് പോയിട്ട് നമ്മൾ ഓൾറെഡി ഈ വെൻഡർ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സെർച്ച് ടേം കൊടുക്കുമല്ലോ. സെർച്ച് ടേം കൊടുക്കുന്ന ആ ആസ്പെക്റ്റിലായിരിക്കും നമ്മൾ വെൻഡറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പേജിനകത്ത് വന്നു. എനിക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വെൻഡറിനെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി യൂസിങ് ദിസ് ഓപ്ഷൻ. ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിനകത്ത് ഈ ഫീൽഡ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. നമുക്ക് സെർച്ച് ടേം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെർച്ച് ടേം കൊടുത്തിട്ട് സെർച്ച് ടേം 1 ഞാൻ കൊടുത്തിരുന്നത് എൻ്റെ വെൻഡറായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത TKG എൻ്റർപ്രൈസ് ആണ്. ഫോർ വിച്ച് ഐ ഹാഡ് സ്പെസിഫൈഡ് TKG ആസ് ദ സെർച്ച് ടേം. TKG എന്നുള്ള സെർച്ച് ടേം ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ TKG എൻ്റർപ്രൈസ് എൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വെൻഡർ ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ വെൻഡറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഇതിപ്പം നിൽക്കുന്ന ഏത് ഡേറ്റയില്ല, കമ്പനി കോഡ് ഡേറ്റയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ജനറൽ ഡേറ്റ, അതായത് അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ ഡേറ്റയിൽ പോയാൽ മതി. ജനറൽ ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഇവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. TKG എൻ്റർപ്രൈസ് ലിമിറ്റഡ്. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചേഞ്ചസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും അഡ്രസ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് നമുക്ക് ഇവിടെ നിന്ന് വരുത്താം. ഓക്കെ, ഇതിപ്പം ചേഞ്ച് മോഡിലാണ്. എനിക്ക് ഡിസ്പ്ലേ മോഡിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്വിച്ച് ബിറ്റ്വീൻ ഡിസ്പ്ലേ ആൻഡ് ചേഞ്ച്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചേഞ്ചസ് ഫസ്റ്റ്. ഞാനിവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഐ നീഡ് ടു സേവ് ദിസ്. യെസ്, ചേഞ്ചസ് ഹാവ് ബീൻ സേവ്ഡ്. ഇപ്പം നമുക്ക് ഡിസ്പ്ലേ മോഡിലാണ് കിടക്കുന്നത്. അതായത് നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡിസ്പ്ലേ മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ, സോ ഡിസ്പ്ലേ മോഡിലാണ്. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഓപ്ഷനിൽ തന്നെ ചേഞ്ച് കൊടുക്കാം. ചേഞ്ചസ് നമുക്കിവിടെ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കമ്പനി കോഡ് ഡേറ്റയിൽ പോയിട്ട് വേണമെങ്കിലും നമുക്ക് ചേഞ്ചസ് ചെയ്യാം. ഇപ്പം നമുക്ക് അക്കൗണ്ട് കൊടുത്തപ്പം റിക്കൺസിലേഷൻ അക്കൗണ്ട് മാറി വേറെ ഏതെങ്കിലും അക്കൗണ്ടാണ് കൊടുത്തെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഇനീഷ്യലി കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് മാറ്റി എനിക്കിവിടെ വെൻഡർ റിക്കൺസിലേഷൻ അക്കൗണ്ടും കൊടുക്കാം. എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നോ ചേഞ്ചസ് വെൻ മെയ്ഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ചും ഡിസ്പ്ലേയും ചെയ്യുന്നത് വെൻഡറിൻ്റെ കേസിൽ. ഇതേപോലത്തെ SAP റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.